ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരണസംഖ്യ ഉയരുന്നു. വിവിധ സേനാ വിഭാഗങ്ങളുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം ഊർജിതം. പരമാവധി ആളുകളെ സുരക്ഷിതരാക്കുന്നതിനുള്ള ശ്രമങ്ങൾ വയനാട്ടിൽ നടത്തുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. 8,000-ലധികം പേർ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ. വയനാട്ടിൽ കനത്ത മഴയും മണ്ണിടിച്ചിലും ഉണ്ടാകുമെന്ന് കേരള സർക്കാരിന് മുന്നറിയിപ്പ് നൽകിയിരുന്നെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ. ദുരന്തമുണ്ടായതിനു ശേഷമാണ് ജാഗ്രതാ നിർദ്ദേശം ലഭിച്ചതെന്ന് മുഖ്യമന്ത്രി. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. 7 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. രാജ്യത്തിന്റെ വളർച്ച, ക്ഷേമം, മൂലധന നിക്ഷേപം, തൊഴിൽ തുടങ്ങിയ മേഖലകളിലെ മികച്ച സന്തുലിതാവസ്ഥയാണ് കേന്ദ്ര ബജറ്റെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ. പാരീസ് ഒളിമ്പിക്സിൽ മികച്ച പ്രകടനവുമായി ഇന്ത്യൻ താരങ്ങൾ പോരാട്ടം തുടരുന്നു. ഷൂട്ടിംഗിൽ 50 മീറ്റർ റൈഫിളിന്റെ പുരുഷ വിഭാഗത്തിൽ സ്വപ്നിൽ കുസാലെ ഫൈനലിലേക്ക് യോഗ്യത നേടി. വാർത്തകൾ വിശദമായി. വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ മരണം 240ആയി. വിവിധ സേനാ വിഭാഗങ്ങളുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. 1592 പേരെ ഇതിനകം രക്ഷപ്പെടുത്താൻ സാധിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു. 191 പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത്. കരസേനയും നാവികസേനയും ദേശീയ സംസ്ഥാന ദുരന്ത നിവാരണ സേനകളും ഫയർഫോഴ്സും പോലീസും സന്നദ്ധ പ്രവർത്തകരും നാട്ടുകാരും ചേർന്നാണ് മേഖലയിൽ രക്ഷാപ്രവർത്തനം നടത്തിവരുന്നത്. അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നും മൃതദേഹങ്ങൾ കണ്ടെത്താൻ ഡോഗ് സ്ക്വാഡിനെയും നിയോഗിച്ചു. മുണ്ടക്കൈയിൽ സൈന്യത്തിന്റെ നേതൃത്വത്തിൽ ബെയ്ലി പാലം നിർമ്മിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. പാലത്തിന്റെ നിർമ്മാണം നാളെയോടെ പൂർത്തിയാകും. താൽക്കാലികമായി ഒരാൾക്ക് നടക്കാനുള്ള പാലം ഇന്നലെ സന്ധ്യയോടെ സജ്ജമാക്കാനായത് രക്ഷാപ്രവർത്തനങ്ങളുടെ വേഗം കൂട്ടി. രാവിലെ 7 മണി മുതൽ സൈന്യത്തിന്റെ നേതൃത്വത്തിൽ രക്ഷാദൌത്യം പുനരാരംഭിച്ചിരുന്നു. രക്ഷാപ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്. മേപ്പാടി, മുണ്ടക്കയം പ്രദേശങ്ങളിൽ ഉച്ചവരെ തെളിഞ്ഞ കാലാവസ്ഥയാണെങ്കിൽ ഉച്ചയ്ക്ക് 12 മണിയോടെ കാലാവസ്ഥ പൂർണ്ണമായി മാറി. ശക്തമായ മഴയാണ് ഇപ്പോൾ മേപ്പാടി കള്ളാടി പ്രദേശത്ത്. കള്ളാടിപ്പുഴയിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നതോടെ ചൂരൽമല, മുണ്ടക്കയം തമ്മിൽ ബന്ധിപ്പിക്കുന്ന താൽക്കാലിക പാലം മുങ്ങി. സൈന്യത്തിന്റെ നേതൃത്വത്തിലാണ് ഇവിടെ താൽക്കാലികമായി പാലം നിർമ്മിച്ചത്. ഇതോടെ രക്ഷാപ്രവർത്തനത്തിന് സൈന്യത്തിനോടൊപ്പം പോയ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ ഇപ്പോൾ കുടുങ്ങിക്കിടക്കുകയാണ്. ജലനിരപ്പ് ഉയർന്നതോടെ വലിയ വടം ഉപയോഗിച്ച് പാലം ഉയർത്തി രക്ഷാപ്രവർത്തകരെ മറുകരയിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ സൈന്യം നടത്തുന്നത്. നാളെ മുഖ്യമന്ത്രി ജില്ല സന്ദർശിക്കും. തുടർന്ന് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ അവലോകന യോഗവും ചേരും. തുടർന്നായിരിക്കും കാര്യങ്ങൾ വിശദീകരിക്കുക. വയനാട്ടിലെ ദുരന്തബാധിത പ്രദേശങ്ങളായ മുണ്ടക്കൈയിലും ചൂരൽമലയിലും രക്ഷാപ്രവർത്തനം പൂർണ്ണതോതിൽ തുടരുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പരമാവധി ആളുകളെ സുരക്ഷിതരാക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ടെന്ന് അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടവർക്ക് ആവശ്യമായ ചികിത്സയും പരിചരണവും ലഭ്യമാക്കിയിട്ടുണ്ട്. ജില്ലയിലാകെ നിലവിൽ 82 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 8,017 ആളുകളാണുള്ളതെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. അഗ്നിശമന സേന, NDRF, തീരസംരക്ഷണ സേന ഉൾപ്പെടെ നിലവിൽ 1,167 പേരടങ്ങുന്ന സംഘത്തെയാണ് രക്ഷാപ്രവർത്തനങ്ങൾക്കായി നിയോഗിച്ചിട്ടുള്ളത്. ചികിത്സയും പരിചരണവും നൽകാൻ ആവശ്യമായ മെഡിക്കൽ ടീമിനെ സജ്ജമാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. മുഖ്യമന്ത്രി നാളെ വയനാട് സന്ദർശിക്കും. വയനാട്ടിൽ നാളെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സർവകക്ഷി യോഗം ചേരും. വയനാട്ടിൽ കനത്ത മഴയിൽ മണ്ണിടിച്ചിലുണ്ടാകുമെന്ന് കേരള സർക്കാരിന് മുന്നറിയിപ്പ് നൽകിയിരുന്നെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ. ഈ മാസം 23, 24, 25 തീയതികളിലാണ് മുന്നറിയിപ്പ് നൽകിയതെന്നും എന്നാൽ സർക്കാർ ജനങ്ങളെ മാറ്റിപ്പാർപ്പിച്ചില്ലെന്നും അമിത്ഷാ രാജ്യസഭയിൽ പറഞ്ഞു. നേരത്തെ 9 ദുരന്ത പ്രതികരണ സേനാ സംഘങ്ങളെ കേരളത്തിൽ അയച്ചിരുന്നുവെന്നും സർക്കാർ ജാഗ്രത പുലർത്തിയിരുന്നുവെങ്കിൽ ദുരന്തത്തിന്റെ ആഘാതം കുറയ്ക്കാമായിരുന്നെന്നും അദ്ദേഹം അറിയിച്ചു. ദുരന്തം നേരിടാൻ കേരളത്തിനുള്ള കേന്ദ്ര സർക്കാരിന്റെ പിന്തുണ തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. എന്നാൽ 23 മുതൽ 28 വരെ ഒരു മുന്നറിയിപ്പും സംസ്ഥാനത്തിന് ലഭിച്ചിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചു. ദുരന്തമുണ്ടായ പ്രദേശങ്ങളിൽ ഓറഞ്ച് അലർട്ടാണ് ആ ഘട്ടത്തിൽ നിലനിന്നിരുന്നത്. ദുരന്തം ഉണ്ടാകുന്നതിന് മുൻപ് ഒരു തവണ പോലും ആ പ്രദേശത്ത് റെഡ് അലർട്ട് നൽകിയിട്ടുണ്ടായിരുന്നില്ല. അപകടം ഉണ്ടായതിനു ശേഷം രാവിലെ 6 മണിയോടുകൂടിയാണ് റെഡ് അലർട്ട് ഈ പ്രദേശത്ത് മുന്നറിയിപ്പായി നൽകുന്നത്. 29 ഉച്ചയ്ക്ക് 1 മണിക്ക് നൽകിയ മുന്നറിയിപ്പ് പോലും വയനാട് ജില്ലയ്ക്ക് ഓറഞ്ച് അലർട്ട് മാത്രമാണ് നൽകിയത്. വയനാട്ടിൽ ഉരുൾപൊട്ടൽ നടന്നതിന് ശേഷം ജൂലൈ 30 അതിരാവിലെ 6 മണിക്ക് മാത്രമാണ് അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയും റെഡ് അലർട്ടും പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്നാൽ ജൂലൈ 23 മുതൽ 29 വരെയുള്ള ഒരു ദിവസം പോലും കേന്ദ്ര ജല കമ്മീഷൻ
ഇരുവഴിഞ്ഞി പുഴയിലോ ചാലിയാറിലോ പ്രളയ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടില്ല. അടിയന്തര വൈദ്യസഹായം ലഭ്യമാക്കാൻ ചൂരൽമലയിലെ കൺട്രോൾ റൂം കേന്ദ്രീകരിച്ച് ഓക്സിജൻ ആംബുലൻസ് ഉൾപ്പെടെ മെഡിക്കൽ പോയിന്റ് സൌകര്യമൊരുക്കാൻ തീരുമാനം. ഇന്ന് വയനാട് കളക്ടറേറ്റിൽ ചേർന്ന മന്ത്രിതല യോഗത്തിലാണ് തീരുമാനം. കോഴിക്കോട്, തലശ്ശേരി ഉൾപ്പെടെ 4 സഹകരണ ആശുപത്രികളിൽ നിന്നുള്ള ഡോക്ടർമാരുടെ സംഘം സജ്ജരാണെന്ന് മന്ത്രി വി.എൻ. വാസവൻ അറിയിച്ചു. കുടുങ്ങിക്കിടന്നവരെ രക്ഷപ്പെടുത്തി പാലത്തിലൂടെ കൊണ്ടുവരുന്ന കേന്ദ്രത്തിൽ ആരോഗ്യവകുപ്പിന്റെ സംഘമുണ്ടാകുമെന്ന് മന്ത്രി കെ. രാജൻ പറഞ്ഞു. വയനാട്ടിലെ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ തമിഴ്നാട് സർക്കാർ വാഗ്ദാനം ചെയ്ത ധനസഹായം മുഖ്യമന്ത്രി പിണറായി വിജയന് കൈമാറി. തമിഴ്നാട് മന്ത്രി ഇ.വി. വേലു മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തിയാണ് 5 കോടി രൂപ നൽകിയത്. തമിഴ് ചലച്ചിത്ര നടൻ വിക്രം 20 ലക്ഷം രൂപ കൈമാറി. ടിബറ്റൻ ആത്മീയ നേതാവ് ദലൈലാമ ട്രസ്റ്റ് 11 ലക്ഷം രൂപ സംഭാവനയായി പ്രഖ്യാപിച്ചു. എല്ലാ മന്ത്രിമാരും 1 മാസത്തെ ശമ്പളം ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വയനാട്ടിലേക്ക് അവശ്യ സാധനങ്ങൾ എത്തിക്കാൻ തിരുവനന്തപുരം കളക്ടറേറ്റിൽ കളക്ഷൻ സെന്റർ തുറന്നു. സാധനങ്ങൾ ഇതിനകം വാങ്ങിയവർക്ക് കളക്ഷൻ സെന്ററിൽ രാവിലെ 10 മുതൽ രാത്രി 10 വരെ എത്തിക്കാവുന്നതാണ്. പഴയ വസ്തുക്കൾ സ്വീകരിക്കില്ല. ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നതിനനുസരിച്ച് മാത്രമേ സാധനങ്ങൾ എത്തിക്കേണ്ടതുള്ളൂ. കൂടുതൽ വിവരങ്ങൾക്ക് കൺട്രോൾ റൂം നമ്പറായ 1077 വിളിക്കേണ്ടതാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രതയാണ്. എറണാകുളം മുതൽ മലപ്പുറം വരെ 5 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നിലവിലുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. മഴ അതിശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചു. പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി ബാധകമാണ്. മുൻകൂട്ടി പ്രഖ്യാപിച്ച പരീക്ഷകളിൽ മാറ്റമില്ല. രാജ്യത്തിന്റെ വളർച്ച, ക്ഷേമം, മൂലധന നിക്ഷേപം, തൊഴിൽ, സാമ്പത്തിക ഏകീകരണം തുടങ്ങിയ മേഖലകളിലെ മികച്ച സന്തുലിതാവസ്ഥയാണ് കേന്ദ്ര ബജറ്റെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ. രാജ്യസഭയിൽ നടപ്പ് സാമ്പത്തിക വർഷത്തെ കേന്ദ്ര ബജറ്റിന്റെ ചർച്ചയ്ക്ക് മറുപടി പറയുകയായിരുന്നു ധനമന്ത്രി. കൂട്ടായ പരിശ്രമത്തിലൂടെ എല്ലാവരുടെയും വികസനമെന്ന മുദ്രാവാക്യത്തിലാണ് സർക്കാർ ശ്രദ്ധയൂന്നുന്നത്. കാർഷിക മേഖലയിലെ വിഹിതം വെട്ടിക്കുറച്ചെന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണം ധനമന്ത്രി തള്ളി. വിദ്യാഭ്യാസം, വൈദഗ്ധ്യം, തൊഴിൽ എന്നിവയ്ക്കായി 1.48 ലക്ഷം കോടി രൂപ നീക്കിവെച്ചതായും ധനമന്ത്രി വ്യക്തമാക്കി. പാരീസ് ഒളിമ്പിക്സിന്റെ 5ാം ദിനമായ ഇന്നും ഇന്ത്യയുടെ കായിക താരങ്ങൾ മികവാർന്ന പ്രകടനത്തിലൂടെ മുന്നേറുകയാണ്. ബോക്സിംഗ്, അമ്പെയ്ത്ത്, ഷട്ടിൽ, ഷൂട്ടിംഗ് എന്നീ ഇനങ്ങളിലായാണ് ഇന്ത്യയുടെ മത്സരം. ഒരു റിപ്പോർട്ട്. ഷൂട്ടിംഗിൽ പുരുഷന്മാരുടെ 50 മീറ്റർ റൈഫിൾ 3 പൊസിഷൻ ഇനത്തിൽ 7ാം സ്ഥാനത്തോടെ സ്വപ്നിൽ കുശാലെ ഫൈനലിലേക്ക് യോഗ്യത നേടി. വനിതകളുടെ ബോക്സിംഗ് 75 കിലോഗ്രാം വിഭാഗത്തിൽ ലവ്ലിന നോർവേയുടെ താരത്തെ ഏകപക്ഷീയമായി പരാജയപ്പെടുത്തി ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചു. അമ്പെയ്ത്ത് വനിതാ സിംഗിൾസ് റീകർവ് ഇനത്തിൽ ദീപിക കുമാരി ക്വാർട്ടറിലേക്ക് യോഗ്യത നേടി. ബാഡ്മിന്റൺ വനിതാ പുരുഷ സിംഗിൾസ് വിഭാഗത്തിൽ PV സിന്ധുവും ലക്ഷ്യ സെന്നും പ്രീ ക്വാർട്ടറിലെത്തി. ടേബിൾ ടെന്നീസിൽ ശ്രീജ അകുല പ്രീ ക്വാർട്ടറിൽ കടന്നു. മണിക ബത്രയ്ക്ക് ശേഷം പ്രീ ക്വാർട്ടർ യോഗ്യത നേടുന്ന 2ാമത് ഇന്ത്യൻ വനിതയാണ് ശ്രീജ. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. നടപ്പ് സാമ്പത്തിക വർഷത്തേക്കുള്ള റെയിൽവേ ബജറ്റിന്റെ തുടർ ചർച്ചകൾ ലോക്സഭയിൽ ഇന്ന് നടന്നു. തമിഴ്നാടിനായുള്ള പദ്ധതികൾ കുറവാണെന്നും സംസ്ഥാനത്തോട് സർക്കാർ അവഗണന കാണിക്കുകയാണെന്നും DMK-യിലെ TM സെൽവഗണപതി ആരോപിച്ചു. റെയിൽവേയുടെ ഉയർന്ന പ്രവർത്തന ചെലവും സുരക്ഷ വർദ്ധിപ്പിക്കേണ്ടതിന്റെ ആവശ്യവും അദ്ദേഹം ഉന്നയിച്ചു. 2014 മുതൽ ലോകോത്തര നിലവാരത്തിലുള്ള അടിസ്ഥാന സൌകര്യങ്ങളാണ് റെയിൽവേയിൽ ഉണ്ടായതെന്ന് BJP നേതാവ് ദിലീപ് സൈകിയ പറഞ്ഞു. റെയിൽവേക്കുള്ള ബജറ്റ് വിഹിതം 2014 മുതൽ വളർച്ച കൈവരിച്ചെന്നും ഈ സാമ്പത്തിക വർഷത്തിൽ 2,52,000 കോടി രൂപയുടെ റെക്കോർഡ് വിഹിതം ലഭിച്ചതായും അദ്ദേഹം വെളിപ്പെടുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരണസംഖ്യ ഉയരുന്നു. വിവിധ സേനാ വിഭാഗങ്ങളുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം ഊർജിതം. പരമാവധി ആളുകളെ സുരക്ഷിതരാക്കുന്നതിനുള്ള ശ്രമങ്ങൾ വയനാട്ടിൽ നടത്തുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. 8,000-ലധികം പേർ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ. വയനാട്ടിൽ കനത്ത മഴയും മണ്ണിടിച്ചിലും ഉണ്ടാകുമെന്ന് കേരള സർക്കാരിന് മുന്നറിയിപ്പ് നൽകിയിരുന്നെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ. ദുരന്തമുണ്ടായതിനു ശേഷമാണ് ജാഗ്രതാ നിർദ്ദേശം ലഭിച്ചതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. 7 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. രാജ്യത്തിന്റെ ക്ഷേമം, വളർച്ച, മൂലധന നിക്ഷേപം, തൊഴിൽ തുടങ്ങിയ മേഖലകളിലെ മികച്ച സന്തുലിതാവസ്ഥയാണ് കേന്ദ്ര ബജറ്റെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ.
പാരീസ് ഒളിമ്പിക്സിൽ മികച്ച പ്രകടനവുമായി ഇന്ത്യൻ താരങ്ങൾ ഷൂട്ടിംഗിൽ 50 മീറ്റർ റൈഫിളിന്റെ പുരുഷ വിഭാഗത്തിൽ സ്വപ്നിൽ കുസാലെ ഫൈനലിലേക്ക് യോഗ്യത നേടി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.